ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നെല്ലിക്ക ഇതുപോലെ പച്ചയായിട്ട് നമ്മളങ്ങ് ഉണ്ടാക്കുവാണെങ്കിൽ അത് കുറച്ച് ദിവസം അച്ചാർ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം, അന്നേരം ഇത് സോഫ്റ്റ് ആകത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ, ഇപ്പോൾ ഇന്നിട്ടാൽ നാളെ തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇതുപോലൊരു സ്റ്റീമറിനകത്ത് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഇത് ആവി കയറ്റണം. അപ്പോഴത്തേന് ഈ നെല്ലിക്ക നന്നായിട്ട് സോഫ്റ്റ് ആകും. സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ എടുക്കാം. ഇന്ന് രാവിലെ ഉണ്ടാക്കുന്ന അച്ചാർ ഇന്ന് വൈകിട്ട് തന്നെ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം. അതിനായിട്ടാണ് ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നത്. ഒരു 5-6 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റാവേ. അതിന് ശേഷം ബാക്കി കാണിക്കാം. നമ്മൾ നെല്ലിക്കയൊക്കെ നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 10-15 നെല്ലിക്കയേ ഉള്ളിതേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 പച്ചമുളക്, ഒരു 7-8 വെളുത്തുള്ളി അരിഞ്ഞത്, 3 വറ്റൽമുളക്, പിന്നെ നെല്ലിക്ക, പിന്നെ മുളക്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മൾ പച്ചമുളക് എടുക്കുന്നതുകൊണ്ട് അത് ആവശ്യത്തിനുള്ള എരിവ് ഉണ്ടാവുകയെ. ഒരു 10-15 നെല്ലിക്കയേ ഉള്ളിത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടി മതി നമുക്ക്. ഇനി ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പച്ചമുളക് ചേർക്കാം, വെളുത്തുള്ളി, പിന്നെ ഈ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഞാനൊന്ന് സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പോലെ ആവും. ഇത് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. നാരങ്ങയ്ക്കൊക്കെ എന്ന് പറയുമ്പം കുറച്ചുകൂടെ പുളിയുള്ള കാരണം ചിലർക്ക് ഈ അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് കഴിക്കാനേ. നെല്ലിക്ക എന്ന് പറയുമ്പം അതിനു വേണ്ടി പുളിയില്ല, ഇത് ചെറിയൊരു പുളിയല്ലേ ഉള്ളൂ. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് നെല്ലിക്ക അച്ചാർ. സ്വല്പം ഞാൻ തീ കൂട്ടി വെച്ചേ. ആദ്യം നല്ലപോലെ എണ്ണ ചൂടായി കിടക്കല്ലേ, അപ്പോൾ തീ കൂട്ടിയിരുന്നാൽ പെട്ടെന്ന് അതും കരിയും. നമ്മൾ ആ സിമ്മിലോട്ട് ഇതെല്ലാം ഇട്ടിട്ട് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒരു സ്വല്പം കൂടെ കൂട്ടി വെച്ച് കൊടുക്കാവേ. അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് ഒരു വല്ലാത്തൊരു ബ്രൗൺ കളറാകും, അത് ഒരു സുഖമില്ല. അപ്പോൾ ഏതാണ്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. നെല്ലിക്ക അച്ചാറിനകത്ത് നമ്മൾ ഇഞ്ചി ഇടത്തില്ല കേട്ടോ. നാരങ്ങ അച്ചാറിലും മാങ്ങ അച്ചാറിലും ഒക്കെ ഒരു സ്വല്പം ഇഞ്ചി ഇടത്തില്ലേ. ഇതിനകത്ത് അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ എല്ലാം വെള്ളമയം ശരിക്കും അങ്ങ് പോകണം കേട്ടോ, അല്ലേ നമുക്ക് അച്ചാർ പെട്ടെന്ന് കേടാവും. ഇപ്പം അച്ചാർ ഉണ്ടാക്കിയാലും നമ്മൾ കുറച്ച് ദിവസം കൂടുതലൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്തതിന് ശേഷം ചെറിയൊരു ഗ്ലാസിൻ്റെ ഒരു ഭരണിയില്ലേ, അതുപോലെ ഉള്ളതിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എത്ര ദിവസം വേണേലും അതവിടെ ഇരുന്നോളും. ഇപ്പോൾ പച്ചമുളകൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ആ കറിവേപ്പിലയുടെ എല്ലാം ആ വെള്ളമയം എല്ലാം മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കായപ്പൊടി, ഉലുവപ്പൊടി, ഇത്രയാണ് പൊടികൾ. ഇതുപോലെ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇടുമ്പം എപ്പോഴും സിമ്മിലേക്ക് ആക്കിയേക്കണേ. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റണം. ആ ഒരു മുളകിൻ്റെയൊക്കെ ആ ഒരു കുത്തൽ മാറാനാണ്. തിളപ്പിച്ചാറിയ വെള്ളം ഒരു സ്വല്പം നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഒരുപാട് വെള്ളമായിട്ടില്ല, ഒരു സ്വല്പം വെള്ളമേ നമ്മൾ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ, അതൊന്ന് കുഴഞ്ഞിരിക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സിമ്മിലാണ് വെച്ചേക്കുന്നത്, തീ കൂട്ടി വെക്കരുത് ഈ സമയത്ത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവേ. 1 ടേബിൾ സ്പൂൺ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിക്കോണേ. ഇനി നമ്മൾ ഈ നെല്ലിക്ക ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നല്ല കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് നെല്ലിക്ക അച്ചാറാണ് കേട്ടോ.
ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ നമ്മളൊരു സ്വല്പ വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അത് ആ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സായി വരാനാണ് ആ വെള്ളം ചേർക്കുന്നത്. ഇനി ചിലർക്ക് കുറച്ച് ഗ്രേവി ഉള്ളതായിരിക്കും ഇഷ്ടമേ. അങ്ങനെയാണെങ്കിൽ ഒരു സ്വല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പം നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നത് ടൈപ്പ് പിക്കിളാണേ. ഇത് കണ്ടോ, ഒട്ടും വെള്ളം ഇവിടെങ്ങും ഇല്ല. കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, തിളപ്പിച്ചാറിയ വെള്ളം ഒരു സ്വല്പം കൂടെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുഴഞ്ഞിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാവേ. ഒരു സ്വല്പം കൂടെ തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സ്വല്പം കൂടെ ഒന്ന് ലൂസാക്കി. ഒരുപാട് കുഴഞ്ഞു പോകും, ഒരുപാട് അങ്ങ് ഗ്രേവി ആകരുത്, എന്നാലും സ്വല്പം കൂടെ ഒന്ന്. ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആകും കേട്ടോ. അതുകൊണ്ട് അതിനൊരു സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഉണ്ടോ, ഇപ്പോഴും വെള്ളം അധികമായിട്ടില്ല കണ്ടോ, ആ കുഴഞ്ഞു തന്നെ ഇരിക്കുക. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലാസിൻ്റെ ഒരു ജാറിലോട്ട് വേണം ഇത് മാറ്റാനേ. ഗ്യാസ് ഓഫ് ചെയ്യുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്ന താമസമേ ഉള്ളൂ. ഒരു 5-6 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുമേ. ഒരു ദിവസം ഒന്ന് കഴിഞ്ഞാലും നമുക്ക് എടുക്കാം. കാരണം അതിൻ്റെ ആ എരിവും പുളിയെല്ലാം അതിനകത്ത് മിക്സ് ആകണമല്ലോ. അപ്പോൾ ഒരു ദിവസം കഴിയുമ്പം നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് തണുത്തിട്ട് ഞാനൊരു ജാറിലാക്കി കാണിക്കാവേ. നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കിയ ഒരു കുപ്പിയിലേക്ക് നമ്മൾ, ഗ്ലാസിൻ്റെ ഒരു കുപ്പിയാണേ, അതിലേക്ക് നമ്മൾ ഇത് കോരി കൊടുക്കണം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ 1/2 കപ്പ് വെള്ളം, അതായത് തിളപ്പിച്ചാറിയ 1/2 കപ്പ് വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടോ, തണുത്ത് കഴിഞ്ഞപ്പോൾ അത് നല്ല പോലെ അങ്ങ് വറ്റി ഇതിൻ്റെ കൂടെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലോട്ടാകുവേ. നമുക്ക് നന്നായിട്ട് ചാറ് വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ 1 കപ്പ് വെള്ളം ഒഴിക്കണം. ഞാൻ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതാകുമ്പോൾ ഇതുപോലെ പെരണ്ടിരിക്കുന്ന ഒരു അച്ചാറാണേ, ഒരുപാട് ലൂസാകാതെ. ലൂസായിട്ട് ഇഷ്ടമുള്ളവർ 1 കപ്പ് വെള്ളം ഒഴിച്ചോണം കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇതിനകത്തോട്ട് കോരി ഒഴിച്ചാൽ, ഈ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് ഇടാൻ. പിന്നെ നമ്മൾ ഈ കുപ്പിയിലാക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നിങ്ങൾ നോക്കണം. ഉപ്പ്, അതുപോലെ വിനിഗർ ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചേക്കുന്നത്. അപ്പം കുറച്ചുകൂടെ പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോരി ഇങ്ങനെ ജാറിനകത്ത് ആക്കുന്നതിന് മുമ്പ് അതൊക്കെ ചേർത്ത് നിങ്ങളുടെ ആ ഒരു പരുവത്തിന് എടുത്തേക്കണം കേട്ടോ. ഇതെൻ്റെ ഒരു പരുവത്തിനാണ് ഞാനിത് എടുത്തേക്കുന്നത്. നോർമലായിട്ടുള്ള പുളിയും എരിവും ഒക്കെയാണ്. ചിലർക്കുണ്ടല്ലോ കുറച്ചുകൂടെ എരിവ് വേണം, കുറച്ചുകൂടെ പുളി വേണം എന്നൊക്കെയുള്ള ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അതൊക്കെ കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ അതിനനുസരിച്ച് ഇതിൻ്റെ ചേരുവയ്ക്ക് കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയാൽ മതി. നമ്മൾ അച്ചാറിന് ഇങ്ങനെ കോരി വെക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചിങ്ങനെ പ്രസ് ചെയ്ത് അകത്തേക്കാക്കണം. അന്നേരം ഈ പൂപ്പലൊന്നും അങ്ങനെ പെട്ടെന്ന് കയറി വരത്തില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ ആ ഒരു എയറിനിരിക്കാനുള്ള ആ ഒരു സ്പേസ് ഉള്ളപ്പോഴാണ് പെട്ടെന്ന് അകത്തൊക്കെ പൂപ്പൽ വരുന്നതെന്ന് പറയും. അപ്പം നമ്മൾ അച്ചാർ കോരി ഇങ്ങനെ ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആ സ്പൂണ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അകത്തേക്ക് വെക്കണേ. അതിൻ്റെ അരപ്പൊക്കെ ഈ സ്പൂണിലൊക്കെ കുറേ പിടിച്ചിരിക്കുവേ. നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഞാൻ എടുത്താൽ മതി. ചിലരിത് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ അടച്ചിട്ട് കുറച്ചും കൂടെ നല്ലെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ആക്കി കൊടുക്കും. അന്നേരം ഒട്ടും പൂപ്പൽ കയറത്തില്ല. അന്നേരം ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ കുറേ കൂടെ എണ്ണ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് പൂപ്പലൊന്നും വരത്തില്ല, അത് ശരിയാണ്. പക്ഷേ എണ്ണ അതുപോലെ നമ്മൾ എത്രയൊക്കെയാണെങ്കിലും കോരി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ നമ്മളത് ഉപയോഗിക്കേണ്ടി വരും. അപ്പം എല്ലാവർക്കും ഈ എണ്ണ അധികം പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ എണ്ണയൊക്കെ കുറച്ച് ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ പിന്നെ അധികം എണ്ണ നമുക്ക് ഉപയോഗിക്കേണ്ടിയും വരത്തില്ല കേട്ടോ. ഇതിൻ്റെ അരപ്പെല്ലാം ശരിക്ക് ഇതിനകത്തോട്ട് ആക്കണം. ആക്കിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ടല്ലോ, ചുറ്റിനും ഒന്ന് തുടച്ചെടുത്താൽ മതി. അതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട്
സൈഡ് ഇങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പം ആ ജാറൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുവേ. കണ്ടോ? എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതി. ഇതൊരു വുഡിൻ്റെ ഒരു അടപ്പാണേ. ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ടങ്ങ് അടച്ചു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ടിരിക്കും. കണ്ടോ? നല്ല നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയത്. ചോറിൻ്റെയൊക്കെ കൂടെ ഉണ്ടല്ലോ, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണിത്. ഒരുപാട് പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാനും എല്ലാം ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്ക അച്ചാർ നന്നായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ജാറിനകത്ത് അടച്ച് സൂക്ഷിക്കാം, എത്ര നാൾ വേണേലും. ഇത് എന്നിട്ട് ഫ്രിഡ്ജിലോട്ടങ്ങ് വെച്ചാൽ മതി കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഒട്ടും കേടാകാതിരിക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്തിട്ടില്ല. ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇത്. അപ്പം നമ്മളിതൊന്ന് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് രാവിലെയൊക്കെ കുറച്ചെടുത്ത് ഒരു ചെറിയൊരു ബൗളിലോട്ടാക്കി മാറ്റി ആ തണുപ്പൊക്കെ മാറി കേടാകാതെ കുറേ നാളിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ചോറിൻ്റെയൊക്കെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.